ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് നോക്കൂ, കേരളത്തിൽ BJPക്ക് വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ UDFിൻ്റെ വോട്ടുകൾ കൊണ്ടുകൂടി വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ തൃശ്ശൂരിൻ്റെ കണക്കുകൾ വെച്ച് മുഖ്യമന്ത്രി സമർത്ഥിച്ചു. ഇന്നിപ്പോൾ ആറ്റിങ്ങലിൻ്റെ കണക്കുകൾ കൂടി മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. വർക്കലയിൽ 48,000 വോട്ടുണ്ടായിരുന്നത് 39,000 വോട്ടായിട്ട് കുറയുന്നു. ആറ്റിങ്ങലിൽ 50,000 വോട്ടുണ്ടായിരുന്നത് 46,000 വോട്ടായിട്ട് കുറയുന്നു. ചിറയൻകീഴിൽ 56,000 എന്നത് 44,000 കുറയുന്നു. കുറവാണോ കൂടുതൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ തന്ത്രങ്ങളെല്ലാം BJP പയറ്റുമ്പോൾ അതിന് ഇരയായി തീരുന്നത്, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UDFിൻ്റെ കോട്ടകളെയാണ്. സുരേഷ് ഗോപി തീർക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ കവചം തൃശ്ശൂരിൽ കോൺഗ്രസിനെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ കൂടി തരണം എന്നാണ് പറയുന്നത്. അവിടേക്ക് സുരേഷ് ഗോപി എത്തുന്നത് ഒരു അരാഷ്ട്രീയ വ്യക്തിയായി, രാഷ്ട്രീയാതീതമായ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിയായിട്ടാണ്. ഈ ശൈലി കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ ഇടിവുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കരുണാകരൻ ഒരു കാലത്ത് സ്വീകരിച്ചിരുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, അതിപ്പോൾ ഈ സുരേഷ് ഗോപി പയറ്റുകയാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഈ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനോടൊക്കെ സുരേഷ് ഗോപിയെ താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രമാത്രം വലിയൊരു സാഹസമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു അഭിപ്രായം, ഒരു സിനിമാ പാട്ട് പോലെ കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതമൊക്കെ കാണുമ്പോൾ തോന്നുക. അപ്പോൾ BJPക്കാർ പറയും അദ്ദേഹം സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല എന്ന്. എന്നാൽ ഗൗരവമേറിയ രാഷ്ട്രീയമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്ന തരത്തിൽ ആവശ്യമുള്ള നേരത്ത് അവർ നെറേറ്റീവുകൾ പറയുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ഒരു ചിത്രം ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ പറഞ്ഞത് ഞാൻ തമിഴ്നാടിനെയും കേരളത്തെയും പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടാവുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടാണ് അതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ക്യാബിനറ്റ് ബർത്തോടുകൂടി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ഈ രണ്ട് ഭൂവിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് തൻ്റെ ഒരു അവകാശവാദത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞയുടെ പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നത് എന്നെ ഒഴിവാക്കിത്തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സിനിമയിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നൊക്കെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത തരത്തിൽ അപക്വമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൈകുന്നേരമായതോടുകൂടി അത് പത്രമാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് വീണ്ടും പറഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം മന്ത്രാലയത്തിലൊക്കെ പോകുന്നു. പിന്നീട് അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇങ്ങനെയുള്ള ഡ്രമാറ്റിക് ഡയലോഗുകളും പതിവ് പോലെയുള്ള തൻ്റെ നാടകീയതയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പത്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ക്ലൂസീവിനൊക്കെ അത് ഉപകരിക്കും എന്നതിലുള്ളതിൻ്റെ അപ്പുറത്ത് നിരന്തരം ഇത് ആവർത്തിക്കുമ്പോൾ അത് ചിലവാവുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു തവണ രണ്ട് തവണയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ചർച്ച കിട്ടും, അതിനൊരു പ്രചാര സാധ്യതകളൊക്കെ അതിൻ്റെ മേൽ വന്ന് വീഴും എന്നതിൻ്റെ അപ്പുറത്ത് അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരു ഗണത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുകയുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി ഇതേ നാടകീയതയുമായി വന്ന് തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞത് ട്രോൾ ചെയ്തു എല്ലാവരും. പക്ഷേ ട്രോൾ ചെയ്ത് സുരേഷ് ഗോപിയെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടതിൽ കൂടുതൽ ആളുകളും കോൺഗ്രസിൻ്റെതാണ് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന നെറേറ്റീവ്. അത് സുരേഷ് ഗോപി മാത്രമല്ല, അങ്ങനെ പറഞ്ഞ് വി മുരളീധരനെയും ആറ്റിങ്ങലങ്ങ് ഇഷ്ടപ്പെട്ടു, പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ ഇഷ്ടപ്പെട്ടു, പറഞ്ഞ് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വെറുപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ ഇവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നെറേറ്റീവ്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ നെറേറ്റീവിനോട് എനിക്കൊരു ചെറിയൊരു മറുപടി പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ ഈ വെറുപ്പിനൊടുവിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് BJPയെ ചേർത്ത് പിടിച്ച ഒരു ഇടമാണ് മഞ്ചേശ്വരം. 1987 KG മാരാർ ചെറുക്കളം അബ്ദുള്ളയോട് പരാജയപ്പെടുന്നത് 1000 ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ്. ആ മഞ്ചേശ്വരത്ത് BJPയുടെ വോട്ടുകൾ ആയിരക്കണക്കിന് 10,000-ന്റെ മുകളിൽ വോട്ടുകൾ താഴുകയും UDFന് അവിടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഇനി CPMൻ്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ കല്യാശ്ശേരിയും പയ്യന്നൂരൊക്കെ വരും. അവിടെയൊക്കെ BJP വോട്ടുകൾ ഇരട്ടിയാക്കിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതും മഞ്ചേശ്വരത്തു നിന്നുള്ള കന്നഡ ഭാഷ, തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് മത്സരിച്ചത്. ഈ കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ കന്നഡക്കും തുളുവിനും വലിയൊരു ആധിക്യമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. മലയാള ഭാഷ വളരെ കൃത്യമായിട്ട് പറയാൻ പോലും അറിയാത്തൊരു സ്ഥാനാർത്ഥിക്കാണ് ഇത്തരത്തിൽ അവിടെ വോട്ട് ഇരട്ടിച്ചത്. Debate with Arun Kumar.